ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളിങ്ങനെ പോസിറ്റിവിറ്റി വാരി വിതറാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് കുറച്ചും കൂടെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷെ എന്നാലും എനിക്ക് കുറച്ചും കൂടെ എൻ്റെ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ എനിക്കത് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് കുറച്ചും കൂടെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പോസിറ്റീവായിട്ടിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും എന്താ പറയുക, നമ്മളൊരു പോസിറ്റീവ് രീതിയിൽ ചിന്തിക്കുക എന്ന് പറയുന്നത് കൊണ്ട് എപ്പോഴും നമ്മളിങ്ങനെ ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക, എന്ത് പ്രശ്നം വന്നാലും ഇങ്ങനെ ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക, അതല്ല കേട്ടോ അത് ഉദ്ദേശിക്കുന്നത്. പോസിറ്റിവിറ്റി എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, അത് ഓൾറെഡി വന്നു കഴിഞ്ഞു, നമ്മൾ നെക്സ്റ്റ് എന്താണ് അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അല്ല നമുക്കൊരു വീഴ്ച പറ്റി, അപ്പോൾ ആ വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാനുള്ള ഒരു കഴിവിനെയാണ് കേട്ടോ ഞാൻ ഈ പോസിറ്റിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ എപ്പോഴും ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്, ഞാൻ എന്ത് എനിക്ക് സംഭവിച്ചാലും ഞാൻ ഇങ്ങനെ ചിന്തിക്കൂ, അങ്ങനെ അതല്ല കേട്ടോ പോസിറ്റിവിറ്റി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥം എന്ന് പറയുന്നത് അതല്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ നമ്മൾ ആ പ്രശ്നത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അയ്യോ എനിക്ക് ഇങ്ങനെ വന്നല്ലോ, എന്നാലേ എനിക്ക് മാത്രമായിരിക്കും ഇങ്ങനെ വരുന്നത്, എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരൊക്കെ ഹാപ്പി ആണല്ലോ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വരുന്നത്, ഞാനും ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ആളാണ് കേട്ടോ. ഇപ്പോഴും ചില സിറ്റുവേഷൻസ് വരുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്താ എനിക്ക് മാത്രം ഇങ്ങനെ വരുന്നത്, ബാക്കി ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെക്കാളും നല്ല പ്ലാൻസ് ചിലപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ദൈവം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് മനസ്സിലാവും, അതായത് എൻ്റെ ലൈഫിൽ അന്ന് അങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ കുറച്ച് ടൈം കൊടുക്കുക. നമ്മൾ നമ്മുടെ ലൈഫിൽ സംഭവിച്ചാലും നമ്മൾ കുറച്ച് ടൈം കൊടുക്കുക. നമ്മളത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിക്കുക, റാദർ ദാൻ നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ. അതായത് നമ്മളിപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരുന്നു, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അതിനെക്കാട്ടിലും കൂടുതൽ നമ്മളത് ലോ ആക്കുന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും എന്നുള്ളത് അങ്ങ് ഉറച്ച് വിശ്വസിക്കുക. അതിന് കാരണം ഉണ്ടാവുമോ, അതൊക്കെ നമുക്ക് പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ, എനിക്കറിയില്ല ഇതിനോട് എത്ര പേര് യോജിക്കുന്നു എനിക്കറിയില്ല, അത്രയും നമുക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടം വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കരഞ്ഞങ്ങോട്ട് തീർക്കുക. എനിക്കപ്പോൾ കുറേ ഒരു റിലാക്സേഷൻ പോലെ തോന്നാറുണ്ട്. അതായത് എനിക്ക് അത്രയും സഹിക്കാൻ പറ്റാത്തൊരു സങ്കടം വന്നു കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ അത്രയും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് കരയുക. അപ്പോഴത്തേക്കിനും നമ്മളുടെ അടുത്ത് നിൽക്കുന്ന ഫ്രണ്ട് നമ്മളുടെ അടുത്ത് ഒന്നും പറയണ്ട, നമുക്ക് ആ നേരത്ത് നമ്മളൊന്ന് കെട്ടിപ്പിടിക്കുക അവിടെ ഉണ്ടായാൽ മതി. അപ്പോൾ ഒന്ന് കരഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ചൊരു റിലാക്സേഷൻ കിട്ടും. എന്ത് വന്നാലും കുത്തിരുന്ന് കരയണം എന്നല്ല കേട്ടോ ഞാൻ പറയണേ, ഞാനും അങ്ങനെ ഒരു തൊട്ടാവാടി എന്ത് വന്നാലും കരയുന്നൊക്കെ ആളാണ്. ഞാനിത് പറയാൻ മാത്രം, ഇതിപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മളിപ്പോൾ കുറച്ച് നേരം മുമ്പ് കരഞ്ഞിരുന്ന ആളായിരിക്കും ചിലപ്പോൾ വന്നിട്ട് നമുക്ക് മോട്ടിവേഷൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും. അതായത് നമുക്ക് എപ്പോഴും എല്ലാവരും കാണുന്ന പോലെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എപ്പോഴും ഹാപ്പി ആയതുകൊണ്ടൊന്നും ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കരയുന്ന സിറ്റുവേഷൻസ് വന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് കരഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടും. എനിക്ക് കിട്ടാറുണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞാലുണ്ടോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ ഞാൻ കുറച്ചും കൂടെ പോസിറ്റീവ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, കുറച്ചും കൂടെ എൻ്റെ മൈൻഡിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പം എന്തെങ്കിലും ഒരു സങ്കടം വരുന്ന ഒരു സിറ്റുവേഷൻ വന്നു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആരെങ്കിലും അടുത്തൊന്ന് സംസാരിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ചെയ്യുക കേട്ടോ. അത് എല്ലാ ടൈമിലും നമുക്ക് അപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മളിങ്ങനെ UAE വന്ന് നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുമ്പോഴത്തേക്കിനും നമുക്ക് നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സങ്കടം വന്നാൽ നമ്മളുടെ അമ്മയുടെ അടുത്ത് പറയാം, അച്ഛൻ്റെ അടുത്ത് പറയും. ഇവിടെ നമുക്ക് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്താ പറയുക, ലിമിറ്റഡ് ആയിട്ടുള്ള സംവിധാനങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയാൽ 4 ആൾക്കാരെയൊക്കെ കാണുമ്പോഴത്തേക്കിനും എനിക്ക് സന്തോഷം കിട്ടും. ഞാൻ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, അങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ആളുകളെ കാണാൻ, എനിക്ക് അവരുടെ അടുത്ത് പോയി സംസാരിക്കണമെന്നൊന്നുമില്ല, പക്ഷെ കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ട് കഴിയുമ്പോൾ കുറച്ച് സന്തോഷം കിട്ടും. കുറച്ചിങ്ങനെ റഷും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കിനും കുറച്ച് സന്തോഷം കിട്ടുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. അതായത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു അല്ലെങ്കിൽ ഒരു സങ്കടം വന്നു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മൂടി പൊതിച്ച് നമ്മളുടെ റൂമിൽ തന്നെ ഇരിക്കാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രസ്സപ്പ് ചെയ്ത് നമ്മളൊന്ന് പുറത്തേക്കൊക്കെ പോയി 4 ആൾക്കാരെയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും എനിക്ക് അങ്ങനെ ഒരു കുറച്ചും കൂടെ ഒരു റിലീഫ് കിട്ടുന്ന പോലെ, ഒരു ഹാപ്പിനെസ് അതുകൊണ്ട് കിട്ടുന്നല്ല, പക്ഷെ കുറച്ചും കൂടെ ഒരു റിലാക്സേഷൻ കിട്ടുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പം നമ്മളുടെ ലൈഫിൽ എന്ത് വന്നാലും നെഗറ്റീവ് പറയുന്ന ഒരു സെക്ഷൻ ഓഫ് ആളുകൾ ഉണ്ടായിരിക്കും.
അത് ചിലപ്പോൾ നമ്മളുടെ റിലേറ്റീവ്സിൽ നിന്ന് തന്നെ ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരായിരിക്കാം. അതായത് നമ്മൾക്ക് അവർക്ക് ഒരാവശ്യം ഉണ്ടായിരിക്കില്ല, പക്ഷെ നമ്മളുടെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് കണ്ടാലും നെഗറ്റീവ് പറയുന്നത് അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരിക്കും നമ്മുടെ ലൈഫിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കളയാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവർക്കും ഒരു പ്രശ്നമില്ല, നമുക്കും ഒരു പ്രശ്നമില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ചും കൂടെ നെഗറ്റീവ്, നമ്മളെ കുറച്ചും കൂടെ തളർത്തുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരിക്കലും പോസിറ്റിവിറ്റി ഉണ്ടാവാൻ പോകുന്നില്ല കേട്ടോ. നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ തളർത്തുക, അല്ലെങ്കിൽ എന്ത് ചെയ്താലും നെഗറ്റീവ് പറയുക, അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മുടെ ലൈഫിൽ നിന്ന് ജസ്റ്റ് അങ്ങോട്ട് മാറ്റി നിർത്തിയേക്കുക. അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് കേട്ടോ, നമ്മുടെ തോട്ട്സ് കുറച്ചും കൂടെ പ്യുവർ ആക്കിയിട്ട് വെക്കുക. അതായത് അനാവശ്യ ചിന്തകളെയൊക്കെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കുക. നമുക്കിപ്പോൾ നമ്മളുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഭയങ്കര ആകുലതകൾ ഉണ്ടായിരിക്കും. കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു, പക്ഷെ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ടെൻഷൻ ഉണ്ടായിരിക്കും, നാളെ എന്തായിരിക്കും അല്ലെങ്കിൽ മറ്റന്നാൾ എന്തായിരിക്കും എന്നൊക്കെ കരുതിയിട്ട്. നാളെയും മറ്റന്നാളൊക്കെ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിലല്ലേ നമുക്ക് അതൊക്കെ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പ്രസൻറ്റ് മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ. അപ്പോൾ നമ്മൾ പ്രസൻറ്റിൽ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. അതല്ലാതെ നമ്മൾ നാളെയോ മറ്റന്നെയോ അതിൻ്റെ പിറ്റന്നെയോ ഒക്കെ എന്ത് വരും എന്നുള്ളത് നമ്മൾ ഇപ്പോഴേ തൊട്ട് ആലോചിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല, ഒരിക്കലും നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ അനാവശ്യ ചിന്തകളൊക്കെ നമ്മളുടെ മൈൻഡിൽ നിന്ന് എടുത്ത് കളയുക. നമ്മുടെ തോട്ട്സ് കുറച്ചും കൂടെ പ്യൂരിഫൈ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ പോസിറ്റിവിറ്റിയിലേക്ക് എൻ്റെ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതൊന്നും ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള പോയിന്റ്സ് ഒന്നുമല്ല, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് തന്നെയാണ്. പക്ഷേ എനിക്കറിയാം ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളും മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒക്കെ സാരില്ല, ഒക്കെ പോട്ടെ, നമുക്ക് ശരിയാവും. ഇപ്പോൾ എനിക്കും കുറേ സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും, ഇപ്പം നിങ്ങൾക്കും കുറേ സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും. അതൊക്കെ ശരിയാവും. നമ്മളുടെ ഇപ്പോൾ ഈ സ്ട്രഗ്ലിംഗ് പീരീഡ് എന്നൊന്നും പറയുന്നത് ഒരിക്കലും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നാളെ ചിലപ്പോൾ നമുക്ക് ഇതിലും ഹാപ്പി ആയിട്ടുള്ള ഡേയ്സ് വരാനായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോഴേ പോസിറ്റീവായിട്ട് കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഈ പ്രസൻറ്റിൽ നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതങ്ങനെ ഭയങ്കര വലിയൊരു വീഡിയോ ഒന്നുമല്ല, അല്ലെങ്കിൽ നമ്മളുടെ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ വീഡിയോ ഒന്നുമല്ല. കുറച്ചൊരു ഹാപ്പി ആയിട്ടുള്ള, നമുക്ക് കേൾക്കാനായിട്ട്, എനിക്ക് നിങ്ങളെ റിമൈൻഡ് ചെയ്യാനായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.